രാവുണരുമ്പോൾ വിഹ്വലനായ പ്രാചീന മനുഷ്യൻ ദൈവമൂർത്തികളെ തൂറ്റിയുണർത്തുന്ന പടേനിക്കളങ്ങൾ. ദേവതകൾ മണ്ണിലേക്കിറങ്ങി വന്ന് തുള്ളിയുറയുന്ന കാവുകളുടെ തിരുമുറ്റങ്ങൾ. മിത്തും യാഥാർത്ഥ്യവും ഇടകലരുന്ന ഇതിഹാസ നാടകമത്രേ പടേനി. രാത്രിയുടെ ഇരുണ്ട പശ്ചാത്തലത്തിൽ കത്തിക്കാളുന്നവളാണ് കാളി. കെട്ടുപോകാതെ ജീവിതത്തെ ജ്വലിപ്പിക്കുന്ന പന്തങ്ങൾ. ജീവിതത്തിൻ്റെ ആഴങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്ന ദുരന്തബോധത്തെ അതിജീവിക്കുവാനുള്ള ശക്തിയാണ് പടേനി പകർന്നു തരുന്നത്. പടേനിക്കളങ്ങളിൽ കാളി നാടകത്തിലൂടെ ജീവിതത്തിൻ്റെ ആന്തരികവും ബാഹ്യവുമായ ഇരുളിനെ വെളിച്ചം കൊണ്ട് മറികടക്കുകയാണ് മനുഷ്യർ. ദാരിക നിഗ്രഹത്തിനു ശേഷവും കോപമടങ്ങാതെ കലിതുള്ളിയലറുന്ന കാളിയുടെ കോപമടക്കാൻ പരമശിവന്റെ നിർദ്ദേശപ്രകാരം ഭൂതഗണങ്ങൾ കോലം കെട്ടിയാടി ദേവിയെ ശാന്തയാക്കി എന്നാണ് ഐതിഹ്യം. സൂക്ഷ്മമായ ജീവിത നിരീക്ഷണങ്ങൾ ഒരേ സമയം സങ്കീർണവും ലളിതവുമായി ആവിഷ്കരിക്കുന്ന ഘടനയാണ് പടയണിക്കുള്ളത്. ചിത്രകലയും നാട്യവും നൃത്തനൃത്യങ്ങളും സാഹിത്യവും സംഗീതവും താളവുമെല്ലാം സമ്മേളിക്കുന്ന പടേനി ആദിമ സംസ്കാരത്തിൻ്റേതായിരിക്കുമ്പോൾ തന്നെ ആധുനികവുമാണ്. ഒരർത്ഥത്തിൽ ആദിമ സംസ്കാരത്തിൻ്റെ ആധുനികതയിലേക്കുള്ള പകർന്നാട്ടം കൂടിയാണ് പടേനി. മധ്യ തിരുവിതാംകൂറിലെ പ്രസിദ്ധമായ പടയണി ക്ഷേത്രങ്ങളിലൊന്നാണ് ഓതറ പുതുക്കുളങ്ങര ദേവീക്ഷേത്രം. ആയിരത്തിയൊന്ന് പാളകളിൽ തീർത്ത ചട്ടത്തേക്കോലം എന്ന മഹാഭൈരവിക്കോലം ഇവിടുത്തെ മാത്രം സവിശേഷതയാണ്. 4 വലിയ തടിച്ചാടുകളുള്ള ചട്ടത്തിലേക്ക് നൂറുകണക്കിനാളുകൾ വടമുപയോഗിച്ച് വലിച്ചുയർത്തി 1001 മുഖങ്ങളിലും പന്തങ്ങൾ ജ്വലിപ്പിച്ചാണ് ഭഗവതിയുടെ വിരാട് സ്വരൂപമായ മഹാഭൈരവിക്കോലം പടയണിക്കളത്തിലേക്ക് എഴുന്നള്ളിക്കുന്നത്. കുംഭമാസത്തിലെ തിരുവാതിര നാളിൽ ദീപാരാധനയ്ക്ക് ശേഷം നടക്കുന്ന പടയണിയുടെ കൊടിയേറ്റമായ കമുകുപിഴിയിൽ ചടങ്ങോടെയാണ് 28 ദിവസത്തെ പടയണിക്ക് തുടക്കം കുറിക്കുന്നത്. കൊട്ടുകാരും തുള്ളൽക്കാരും പാട്ടുകാരുമെല്ലാം ചേർന്ന് ക്ഷേത്രത്തിലെത്തി അടവിവേഷം കെട്ടിയ ഒരു പ്രധാന തുള്ളൽക്കാരൻ ഭഗവതിയുടെ തിരുമുമ്പിൽ പ്രാർത്ഥിച്ച് ഏതെങ്കിലും ഒരു ദിശയിലേക്ക് ഓടുമ്പോൾ
ചെണ്ടയുടെയും കൈമണിയുടെയും നാദാകമ്പടിയോടെ കത്തിച്ച ചൂട്ടുകറ്റയുമായി മറ്റുള്ളവരും പിന്നാലെ ഓടുന്നു. അടവിവേഷധാരി ഏതെങ്കിലും ഒരു കമുകിൽ ചെന്നു കയറുന്നു. തുടർന്ന് കമുകിൻ്റെ വേര് മുറിച്ച് കട തുരന്ന് എല്ലാവരും കൂടി നിലം തൊടാതെ കമുക് തോൾപ്പുറമേറ്റുന്നു. വായ്ക്കുരവയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി കായ്ക്കാത്ത ഇലഞ്ഞിമരത്തിൽ കമുക് ചാരി വയ്ക്കുന്നതോടെയാണ് 28 ദിവസത്തെ പടേനി ചടങ്ങുകൾ ആരംഭിക്കുന്നത്. കിഴക്കനോതറ പുതുമുഖ ദേവീക്ഷേത്രത്തിലെ പടയണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളും, അതായത് കുംഭമാസത്തിലെ തിരുവാതിര നാൾ കമുകുപിടിയിലെന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അടവി തുള്ളി ഈ ഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ കമുകയിൽ പോയി തൊട്ട് അത് നിലം തുടിക്കാതെ പിഴുതുകൊണ്ട് വെക്കുന്നതാണ് കമുകുപിടിയിൽ ചടങ്ങ്. മീനമാസത്തിലെ തിരുവാതിരയാണ് ഇവിടുത്തെ ഉത്സവം. ചരിത്രപ്രസിദ്ധമായിട്ടുള്ള 1001 പാള ഭൈരവിക്കോലം, മഹാഭൈരവിക്കോലം ഇവിടെ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. തുടർന്നുള്ള 10 ദിവസം കുട്ടിക്കുവിളി എന്ന ചടങ്ങ് നടക്കുന്നു. പാട്ടുകാരും തുള്ളൽക്കാരും കൊട്ടുകാരും ചെണ്ട കൊട്ടി കൂവി വിളിച്ച് അമ്പലത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നു. ഭൂതപ്രേത പിശാചുക്കളെ പടേനിക്കളത്തിലേക്ക് ക്ഷണിക്കുന്ന ചടങ്ങാണിത്. പിന്നീടുള്ള 10 ദിവസങ്ങളിൽ കോലങ്ങളെല്ലാം ഒന്നൊന്നായി പടേനിക്കളത്തിലേക്ക് വന്ന് തുള്ളിയുറയുന്നു. തപ്പുമേളം, കാപ്പുലി, പുലവൃത്തം, നിരത്തിത്തുള്ളൽ, താവടി എന്നിവയ്ക്കു ശേഷം പഞ്ചകോലങ്ങളുടെ വരവായി. പക്ഷി, യക്ഷി, മാടൻ, മറുത, പിശാച് അഥവാ ഗണപതിക്കോലം എന്നിവയാണ് പഞ്ചകോലങ്ങൾ. തുടർന്ന് കരിമറുത, ഭൈരവി, കാലങ്കോലം എന്നിവയെല്ലാം വഴിപാടുകോലങ്ങളായി വന്ന് തുള്ളിയുറയുന്നു. 21 പാളകളിലും 36 പാളകളിലും തീർത്ത ഭൈരവിക്കോലങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടാവുക. ഓതറ പുതുക്കുളങ്ങര പടയണിയിൽ ഗണക സമുദായമാണ് കോലം വരയ്ക്കുന്നത്. കമുകിൻ്റെ പച്ചപ്പാളയിലാണ് കോലമെഴുതുന്നത്. കോലങ്ങൾ കോർത്തിണക്കാൻ പച്ചീർക്കിലും തൊങ്ങലിന് കുരുത്തോലയും ഉപയോഗിക്കുന്നു. പല കോലങ്ങൾക്കും വേണ്ട കൈത്താമരയും നഖങ്ങളും നിർമ്മിക്കുന്നത് കുരുത്തോല കൊണ്ടാണ്. കൂടാതെ പല കോലങ്ങൾക്കും കുരുത്തോല പാവാടയും പക്ഷിക്കോലങ്ങൾക്ക് കുരുത്തോല ചിറകും കൂടി ഉണ്ടാവും. പച്ച, മഞ്ഞ, ചുവപ്പ്, കറുപ്പ്, വെളുപ്പ് എന്നീ 5 നിറങ്ങളിലാണ് കോലങ്ങൾ എഴുതുന്നത്.